80ാം സ്വാതന്ത്ര്യദിന നിറവിൽ ആണ് രാജ്യം. രാജ്ഘട്ടിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചെങ്കോട്ടയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രധാനമന്ത്രി വികസന നേട്ടങ്ങളും ഭാവി ലക്ഷ്യങ്ങളും വിശദീകരിക്കും. ബിൽ പാർലമെന്റ് പാസാക്കിയ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ദിനമായ ഇന്ന് ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിക്കും. കായിക, ശാസ്ത്ര, കാർഷിക, സാങ്കേതിക മേഖലകളിൽ മികവ് തെളിയിച്ച 5000-ഓളം പ്രത്യേക അതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും ഹർ ഘർ തിരംഗ പ്രചാരണവും സജീവമാണ്. സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊളോണിയൽ ഭരണത്തിന് അറുതി വരുത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിക്കുന്നുവെന്ന് നരേന്ദ്രമോദി. വിശദാംശങ്ങളുമായി നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും ചേരുന്നത്. നോബിൾ, 7:30 ചെങ്കോട്ടയിൽ പതാക ഉയരും. 80ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലാണ് രാജ്യം. കനത്ത സുരക്ഷയിലാണ്. ഇന്നലെ രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അടക്കം യുവാക്കളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. CJPയുടെ വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സ്വാതന്ത്ര്യദിനാഘോഷങ്ങളാണ്. പ്രധാനമന്ത്രി യുവാക്കളെ അഭിസംബോധന ചെയ്യുമോ, രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചൊക്കെ പറയുമോ എന്നുള്ളതിൽ ആകാംക്ഷയിലാണ് രാജ്യം. മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതിനൊപ്പം തന്നെ വന്ദേ മാതരം ചെങ്കോട്ടയിൽ ആലപിക്കുമെന്നുള്ള വിശേഷണം കൂടി. റോഷ്നി, സുധി, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എന്താണെങ്കിലും രാജ്യത്തെ സംബന്ധിച്ച് 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ഏറെയോടെ തന്നെ അവിടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ കടക്കും. 6:40 തന്നെ DD ന്യൂസിൽ ഇതുമായി ബന്ധപ്പെട്ട സംരക്ഷണം ആരംഭിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് വന്ദേ മാതരവും യുവശക്തിയുമാണ്. ഇത്തവണത്തെ മുഖ്യ പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് എന്താണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ചെങ്കോട്ടയിൽ വന്ദേ മാതരം ആലപിക്കുന്നത് എന്നും എടുത്തു പറയേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുവാക്കളുടെയൊക്കെ വലിയ പ്രതിഷേധം നടക്കുന്ന സമയമാണ്, യുവാക്കളുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ യുവശക്തി ഇത്തവണ മുഖ്യ പ്രമേയങ്ങളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുന്നത് എന്നും എടുത്തു പറയണം. രാവിലെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് എത്തുന്നതോടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് തുടക്കമാകും. പിന്നീട് പ്രധാനമന്ത്രി അവിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആളുകൾ സ്വീകരിക്കും. തൊട്ടു പിന്നാലെ ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹം സ്വീകരിക്കുന്ന ചടങ്ങടക്കം ഉണ്ട്. പിന്നാലെയായിരിക്കും ദേശീയ പതാക ഉയർത്തുന്നത്. ദേശീയ പതാക ഉയർത്തുമ്പോൾ 2 Mi-17 ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തും. അതിൽ ഒരെണ്ണത്തിൽ ദേശീയ പതാകയും മറ്റൊന്നിൽ വന്ദേ മാതരത്തിന്റെ പതാകയുമായിരിക്കും ഇത്തവണ ആലിംഗനം ചെയ്തിട്ടുണ്ടാവുക. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിന് പിന്നാലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നാണ്. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്, വികസന കാര്യങ്ങൾ, യുവാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രതിരോധ മേഖലയിലെ നേട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് എണ്ണി പറഞ്ഞുകൊണ്ടായിരിക്കും. എന്നാണെങ്കിലും പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ വർഷമൊക്കെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിൽ വമ്പൻ നീക്കങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ജൻസി പ്രക്ഷോഭം, ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ സഭകളിലേക്ക്, പ്രത്യേകിച്ച് പാർലമെന്റിനകത്തുണ്ടായ വലിയ പ്രതിഷേധങ്ങളൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു പക്ഷേ വലിയ പ്രസംഗത്തിലേക്ക് പോകാനായിരിക്കും സാധ്യത എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷമായിരിക്കും അദ്ദേഹം വിവിധങ്ങളായ ആളുകളുമായി സംവദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും 5000 വിശിഷ്ട അതിഥികളാണ് ഇത്തവണ സ്വാതന്ത്ര്യാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഒപ്പം 1500ഓളം വരുന്ന ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ തനതായ സംസ്കാരത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് എത്തുകയും ചെയ്യും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നിട്ടുണ്ട്. കൊളോണിയൽ ഭരണത്തിന് അറുതി വരുത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിക്കുന്നു എന്നാണ് മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. സേനാനികളുടെ ധീരതയും ത്യാഗവും അർപ്പണബോധവും നാം കൃതജ്ഞതയോടെ ഓർക്കുന്നു. ഒപ്പം വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ അവരുടെ സ്വപ്നങ്ങൾ എന്നും നമുക്ക് പ്രചോദനമാണ്. 140 കോടി ഇന്ത്യക്കാരുടെ കരുത്തിൽ രാജ്യം പുരോഗതിയുടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നു. വരും കാലങ്ങളിൽ രാജ്യത്തിൻ്റെ ഈ മുന്നേറ്റം കൂടുതൽ വേഗത്തിൽ തുടരട്ടെ എന്നും പ്രധാനമന്ത്രി സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. എന്താണെങ്കിലും സ്വാതന്ത്ര്യാഘോഷങ്ങൾക്ക് ഏറെക്കുറെ ചെങ്കോട്ട ഒരുങ്ങിയിരിക്കുകയാണ്. വലിയ സുരക്ഷയിലാണ് ദില്ലി അടക്കമുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. പ്രത്യേകിച്ച് ഭീകരവാദ ഭീഷണി അടക്കം നിൽക്കുന്ന സമയമുണ്ട്. ഇന്നലേക്കാണെങ്കിൽ പോലും ദില്ലിയിൽ വിവിധയിടങ്ങളിൽ ബോംബ് ഭീഷണി അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മെട്രോ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ അടക്കമുള്ള തന്ത്രപ്രധാനമായ രാജ്യത്തെ എല്ലായിടങ്ങളിലും അതീവ സുരക്ഷ വേണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അധിക പോലീസിനെ വിന്യസിച്ചു. അതോടൊപ്പം തന്നെ ഫേസ് റെക്കഗ്നിഷൻ ക്യാമറകൾ സ്ഥാപിച്ചു. അത്തരത്തിൽ അതീവ ജാഗ്രതയിലാണ്. ഒപ്പം ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ട്. ന്യൂദില്ലിയുടെ പ്രദേശത്തേക്കാണെങ്കിൽ പോലും ഇന്നിപ്പോൾ വാഹനങ്ങൾക്കൊന്നും അങ്ങനെ പ്രവേശനമൊന്നും അനുവദിച്ചിട്ടില്ല. അത്തരത്തിൽ വലിയ സുരക്ഷയിൽ തന്നെയാണ് ദില്ലി അടക്കമുള്ള ജമ്മു കാശ്മീർ അടക്കമുള്ള മറ്റ് തന്ത്രപ്രധാന ഇടങ്ങളൊക്കെ ഉള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതാണെങ്കിലും ഇത്തവണ വന്ദേ മാതരം ആദ്യമായി ചെങ്കോട്ടയിൽ ആലപിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്.
ശരി, നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി വരും നിമിഷങ്ങളിലും ഡൽഹിയിൽ നിന്നും ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട്. അപ്പോൾ രാജ്യ തലസ്ഥാനം സുരക്ഷയിലാണ്, രാജ്യമെങ്ങും ആഘോഷത്തിലാണ്.